2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കളം നിറഞ്ഞിരിക്കുകയാണ് മുന്നണികൾ. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണം തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുകയും കൂടുതൽ സീറ്റുകളിൽ വിജയവും ലക്ഷ്യമിട്ടിറങ്ങിയ UDF ഇതിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളാകട്ടെ മണ്ഡലങ്ങളിൽ പ്രചാരണവുമായി സജീവവുമാണ്. ഇക്കൂട്ടത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. പറഞ്ഞു വരുന്നത് അബിൻ വർക്കിയെ കുറിച്ചാണ്. ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് UDF യൂത്ത് കോൺഗ്രസിന്റെ ശക്തനായ അബിൻ വർക്കിയെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതെ, അബിൻ വർക്കിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പോരാട്ടത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഒരു അഭിഭാഷകനും സിവിൽ എഞ്ചിനീയറുമായ അബിൻ വർക്കി നിലവിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന സൗമ്യനായ ഈ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെയും മുന്നണി പോരാളി കൂടിയാണ്. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി നിത്യപരിചിതനായ അബിൻ എതിരാളികളുടെ വാദങ്ങളെ വളരെ വേഗം തന്നെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുന്ന വാക്ചാതുര്യമുള്ള യുവ നേതാവാണ്. ഇതിനകം തന്നെ ആറന്മുളയിൽ പ്രചാരണം ശക്തമാക്കിയ അബിൻ വർക്കി പൂർത്തീകരിക്കാത്ത അബാൻ മേൽപ്പാലമാണ് ആറന്മുളയുടെ നേർചിത്രമെന്നും സമാനമായ രീതിയിൽ പാതി വഴിയിൽ നിൽക്കുന്ന നിരവധി പദ്ധതികൾ ആറന്മുളയിൽ ഇനിയുമുണ്ടെന്നും പ്രചാരണ വേളയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനിയെല്ലാം വർക്കാവുമെന്നതാണ് അബിൻ വർക്കിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എന്നതാണ് മറ്റൊരു പ്രധാന കൗതുകം. ശബരിമല സ്വർണ്ണക്കൊള്ള, 10 വർഷമായുള്ള LDF ദുർഭരണം, അഴിമതി, വികസന മുരടിപ്പ് എന്നിവയാണ് ആറന്മുളയിലെ അബിൻ വർക്കിയുടെ പ്രചാരണ ആയുധങ്ങൾ. 2ാം മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് MLA ആയ ആറന്മുളയിൽ കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആറന്മുളയെ വീണ്ടെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും UDFന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ലഭിച്ച നിരവധി അനുഭവ പരിചയവും പ്രതിബദ്ധതയും കൈമുതലാക്കിയ അബിൻ വർക്കിയേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി UDFന് ആറന്മുളയിൽ ഇല്ല എന്നതാണ് വാസ്തവം. പൈതൃക ഗ്രാമങ്ങളും പ്രവാസികളുടെ നാടുകളും ഉൾക്കൊള്ളുന്ന അതീവ സവിശേഷതയുള്ള ഈ മണ്ഡലത്തിൽ അനുയോജ്യമായതും അർഹിച്ചതുമായ വികസനം ഒരു മന്ത്രിയായ വീണ ജോർജ് MLA ആയിരുന്നിട്ടും ലഭിച്ചില്ല എന്നത് LDFനെയും സർക്കാരിനെയും സംബന്ധിച്ച് പൂർണ്ണ പരാജയമാണ്. ചെറുകിട വ്യവസായം മുതൽ കയറ്റുമതി സംരംഭങ്ങൾക്ക് വരെ വിശാലമായ സാധ്യതയുള്ള ആറന്മുള ഇനിയും കുറെ കാലങ്ങൾ മുന്നേറുവാനുണ്ട്. ആറന്മുളയുടെ സമഗ്രമായ വികസനവും ജനകീയ പ്രശ്നങ്ങളിലെ കൃത്യമായ ഇടപെടലുകളും ഉണ്ടാകണമെങ്കിൽ അബിൻ വർക്കിയെ പോലുള്ള ഒരു ജനകീയ നേതാവ് MLA ആയി എത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അഭിപ്രായപ്പെടുന്നത്. മന്ത്രി വീണ ജോർജ് LDFനായും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ NDAക്കായും രംഗത്തിറങ്ങുന്നതോടെ ആറന്മുളയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. CPIM സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ തന്നെ തീരുമാനമായതിനാൽ വീണ ജോർജിന്റെ പ്രചാരണം ദിവസങ്ങൾക്ക് മുൻപേ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും കഴിഞ്ഞ ദിവസം മുതലാണ് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. എന്നാൽ പ്രചാരണത്തിൽ വൈകിട്ടില്ലെന്നും ജനങ്ങൾ ഒപ്പമുണ്ടെന്നുമാണ് അബിൻ വർക്കിയുടെ പ്രതികരണം. ഈ ഐക്യ കേരള രൂപവൽക്കരണം മുതൽ നിലവിലുള്ള നിയമസഭാ മണ്ഡലമാണ് ഈ ആറന്മുള. ഐക്യമുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം എന്ന ഖ്യാതി ഉണ്ടെങ്കിലും പലപ്പോഴും ഇടതുമുന്നണിയെ പുണർന്ന ചരിത്രവും ഈ ആറന്മുളയ്ക്കുണ്ട്. 2009 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമായി ആറന്മുള മാറി. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരും ഈ മണ്ഡലത്തിലാണ്. ഈ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുകയും കൂടുതൽ സീറ്റുകളിൽ വിജയവും ലക്ഷ്യമിട്ടിറങ്ങുന്ന ടീം UDFനെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു തിരിച്ചുവരവ് കൂടി ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിനായി കൈമേയി മറന്ന് പ്രവർത്തിക്കുമെന്നാണ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള UDF ടീം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.